ഇറാന്റെ വൻ വിജയമാണ് ഇപ്പോൾ ലോകം കാണുന്നത്. യുദ്ധം തുടങ്ങി അവസാനം കുടുങ്ങിയ അമേരിക്കയ്ക്ക് വലിയ പരാജയമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ യുദ്ധക്കളത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സകല യുദ്ധതന്ത്രങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഖ്യാപനവുമായിട്ട് ഇറാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ തങ്ങളെ തകർക്കാനിറങ്ങിയ ലോകശക്തികൾക്ക് മുന്നിൽ ഒട്ടും പതറാതെ ഈ യുദ്ധം ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്ന് ഇപ്പോൾ ഇറാൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഗാലിബാഫ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും നയതന്ത്ര പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് ഈ ഒരു വാഷിംഗ്ടണിനെ നടുക്കിയ ഈ ഒരു മാസ പ്രഖ്യാപനം നടത്തിയത്. 6 മാസം പിന്നിടുമ്പോൾ ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഇറാൻ നടത്തിയിരിക്കുന്നതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കമുണ്ടോ എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ നോക്കിക്കാണുന്നത്. കാരണം ഇതുവരെ ഇങ്ങനെ ഒരു നീക്കത്തെ പറ്റി ഇറാൻ പറഞ്ഞിട്ടില്ല. ഹോർമുസിൽ ഇപ്പോൾ നിയന്ത്രണം ഒമാനും ഇറാനും ഒരേപോലെ കൈവരിച്ച ഈ ഒരു നിമിഷഘട്ടത്തിൽ അതിന്റെ അന്തിമ ഘട്ടത്തിന്റെ ആ ഒരു വക്കിലെത്തി നിൽക്കെ പറഞ്ഞിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളത്. അത് അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ നാണം കെടുത്തുന്നതും അമേരിക്കയെ ഏറ്റവും പരാജയത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യവുമാണ്. ഈ യുദ്ധത്തിൽ അമേരിക്ക വലിയ പരാജയം തന്നെയാണ് കൈവരിച്ചിരിക്കുന്നത്. ഈ സൈനികമായും രാഷ്ട്രീയമായും തങ്ങൾ ഈ ഒരു യുദ്ധം ജയിച്ചുവെന്ന് ഇറാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചു പറയുമ്പോൾ തകരുന്നത് അമേരിക്കൻ ഭരണാധികാരിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രായേലിന്റെയും അഹങ്കാരമാണ്. ഇറാന്റെ ഭരണകൂടത്തെ പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ട് മറ്റൊരു ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രധാന ലക്ഷ്യം. യുദ്ധം തുടങ്ങി ഇത്രയേറെ കാലമായിട്ടും ആ ലക്ഷ്യം നേടാനാകാതെ അമേരിക്കൻ സഖ്യം പരാജയപ്പെട്ടിരിക്കുന്നു. വലിയ സാമ്പത്തിക നഷ്ടവും ആയുധശേഷിയിലെ കുറവും കാരണം ട്രംപ് ഇപ്പോൾ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്നാൽ ഈ ഒരു വിജയ പ്രഖ്യാപനം കൊണ്ട് മാത്രം ഇറാൻ നിർത്തുന്നില്ല. അമേരിക്കയുമായി മുൻപുണ്ടാക്കിയ എല്ലാ സമാധാന ധാരണകളും ഇനി പൂർണ്ണമായും അപ്രസക്തമാണെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിലാണ് യുറേനിയ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇരിക്കുന്നത്. ഇനി വാക്കുകൾ പാലിക്കാത്ത അമേരിക്കയെ ഇനി ഒട്ടും വിശ്വസിക്കില്ല എന്നും ഇനി മുതൽ വെറും പ്രതിരോധമല്ല തങ്ങളുടെ നയമെന്നും ഇറാന്റെ റവല്യൂഷണറി ഗാർഡും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2 കാര്യം, പ്രതിരോധമല്ല ഇനി ആക്രമണം, ഞങ്ങൾ ഈ യുദ്ധത്തിൽ വിജയിച്ചു. 2 കാര്യങ്ങളാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. പ്രതിരോധത്തിൽ നിന്ന് മാറി കടുത്ത ആക്രമണ ശൈലിയിലേക്ക് ഇറാൻ മാറുന്നു എന്ന സൂചന പശ്ചിമേഷ്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെയാണ് സൃഷ്ടിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായിട്ട് ഇറാനെതിരെ ആരംഭിച്ച യുദ്ധത്തിന് ശേഷം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രഖ്യാപനം കൂടിയാണ് ഈ വിജയം എന്ന് പറയുന്നത്. 2ാമത്തെ കാര്യമാണ് ഇനി പ്രതിരോധമല്ല ആക്രമണമാണ് എന്നുള്ളത്. ഇത് അക്ഷരാർത്ഥത്തിൽ ട്രംപിനെ വീണ്ടും ചൊടിപ്പിക്കുകയാണ്. ട്രംപിന്റെ മാനസിക നില തെറ്റുകയാണ്. ഇറാനിലെ ഒരു സഭയിൽ വെച്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെയും നയതന്ത്ര പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഗാലിബാഫ് ഈ ഒരു ചരിത്ര പ്രഖ്യാപനം നടത്തിയത്. എന്താണോ ഇസ്രയേലും അമേരിക്കയും ഈ ഒരു യുദ്ധത്തിലൂടെ ലക്ഷ്യമിട്ടത് അത് വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർ പരാജയമായിരുന്നു. നേരെ മറിച്ച് ഇറാൻ തങ്ങളുടെ രാജ്യാഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ യുദ്ധത്തിൽ പൂർണ്ണമായിട്ടും വിജയിച്ചിരിക്കുന്നു. തങ്ങളെ തകർക്കാൻ വന്ന ശത്രുക്കളെ എല്ലാ തന്ത്രങ്ങളെയും പ്രതിരോധിക്കാൻ ഇറാൻ നടത്തിയ ശ്രമങ്ങൾ 100% വിജയിച്ചു എന്നതാണ് അവർ പറയുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇറാന്റെ ഭരണാധികാരികളെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു. ഇറാന്റെ ഭരണകൂടത്തെ പൂർണ്ണമായും മാറ്റി മറ്റൊരു ഭരണകൂടത്തെ അവിടെ സ്ഥാപിക്കുക എന്ന തന്ത്രമാണ് ട്രംപും സഖ്യവും പ്ലാൻ ചെയ്തത്. അത് പാടെ പൊളിഞ്ഞിരിക്കുകയാണ്. എന്നാൽ അത്തരം ഒരു ലക്ഷ്യം നടപ്പിലാക്കാൻ ഇപ്പോഴും അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി പറയുന്നു. യുദ്ധം തുടങ്ങി ഇത്രയേറെ കാലമായിട്ടും ഇറാന്റെ ഭരണകൂടത്തെ തൊടാൻ പോലും, അതായത് രോമത്തിൽ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇത് അമേരിക്കയുടെ ഭാഗത്ത് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈ ഒരു യുദ്ധം മൂലം അമേരിക്കയിൽ വലിയ സാമ്പത്തിക നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ പേരിൽ അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ട്രംപിന് കനത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നു. വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ഈ ഒരു പ്രതിസന്ധികൾ കാരണം തന്നെ ട്രംപ് അടക്കം ഇപ്പോൾ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. ആയുധം കൊണ്ടും സമ്പത്ത് കൊണ്ടും ലോകത്ത് ഏറ്റവും ശക്തമായ 2 രാജ്യങ്ങൾ സംയുക്തമായാണ് ഇറാനെ നേരിടാൻ എത്തിയത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാനെ ആക്രമിച്ച് പൂർണ്ണമായും ഇല്ലാതാക്കാമെന്ന പ്രതീക്ഷയിലാണ് അവർ യുദ്ധം ആരംഭിച്ചത്. യുദ്ധത്തിന്റെ ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ തന്നെ ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖാംനിയുടെ അടുത്ത് ബന്ധുക്കളടക്കം കൊലപ്പെടുത്താൻ അമേരിക്കൻ
സഖ്യത്തിന് കഴിഞ്ഞിരുന്നു. രണ്ടാമത്തെ പരമോന്നത നേതാവിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് പലതവണ സംശയങ്ങൾ ഉയരുകയും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതിരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അത്തരം കനത്ത പ്രഹരങ്ങൾ ഏറ്റിട്ടും ഇറാൻ അതിശക്തമായിട്ട് തന്നെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവരുടെ പരമോന്നത നേതാവിനെ വധിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ അവിടെ വധിച്ചതുകൊണ്ടോ ഒന്നും ഇറാനെ തളർത്താനോ ഇറാനെ രോമത്തിൽ പോലും തൊടാനോ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. ഇവർ പറഞ്ഞ ഒരു വാക്ക് പോലും ഇവർക്ക് പിടിച്ചെടുക്കാനോ അത് പ്രവർത്തിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇനി അവരുടെ പ്രതിരോധവും പ്രത്യാക്രമണവും ഒട്ടും വീര്യം കുറയാതെ തുടർന്നു. ഇറാൻ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ചെയ്തിട്ടും ഇറാനെ കീഴ്പ്പെടുത്താൻ അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് ആ വിജയ പ്രഖ്യാപനത്തിന് പിന്നിൽ അവർ പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന പ്രഖ്യാപനം കൂടി ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. മുൻപ് ജൂൺ 18 ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ധാരണാപത്രം നിലവിലുണ്ടായിരുന്നു. അതനുസരിച്ച് 60 ദിവസത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്തി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ സമാധാന കരാറിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ഈ പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. ഇറാൻ വ്യക്തമാക്കുന്നതനുസരിച്ച് ഈ 60 ദിവസത്തിനിടയിൽ ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ച ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ധാരണാപത്രത്തിന്റെ അതീവ ഗുരുതരമായിട്ടുള്ള ലംഘനമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടായത്. പരസ്പരം വെടിനിർത്തൽ കരാർ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അമേരിക്ക നിരന്തരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായുള്ള ഈ ഒരു പഴയ ധാരണാപത്രം ഇനി പൂർണ്ണമായും അപ്രസക്തമാക്കിയിരിക്കുന്നുവെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇറാനും ഇനി അമേരിക്കയും തമ്മിൽ യാതൊരു കരാറോ വ്യവസ്ഥയോ ഒന്നും തന്നെ ഇല്ല. സമാധാനവും അകലെ തന്നെയാണ്. ഇനി ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും നേരിടാൻ സേന സജ്ജമാണ്. ഇതുവരെ പരമാവധി പ്രതിരോധം എന്ന നയമായിരുന്നു ഇറാൻ സ്വീകരിച്ചിരുന്നത് എങ്കിൽ ഇനി മുതൽ പ്രതിരോധത്തിൽ നിന്ന് മാറി കടുത്ത ആക്രമണത്തിലേക്ക് അല്ലെങ്കിൽ ആക്രമണ നിലപാടിലേക്ക് മാറാൻ പോവുകയാണെന്ന് ഇറാന്റെ സൈന്യമായിട്ടുള്ള IRGC പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ ഭാഗത്ത് വലിയ ആയുധക്ഷാമം നേരിടുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്ക യുദ്ധത്തിൽ നിന്ന് അല്പം വിട്ടു നിൽക്കുകയും അതുപോലെ തന്നെ പിൻവാങ്ങുകയും ചെയ്യുന്ന ഈ ഒരു അനുകൂല സാഹചര്യത്തിലാണ് ഞങ്ങൾ യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞ് ഇറാൻ ഉറക്കെ പറഞ്ഞുകൊണ്ടുവരുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പരാജയം പൂർണ്ണമാകുന്നതാണ് ഇറാന്റെ ഈ ഒരു പുതിയ ആത്മവിശ്വാസം പ്രഖ്യാപനം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ വാക്കുകൾ പാലിക്കാത്ത അമേരിക്കയെ ഇനി ഒട്ടും വിശ്വസിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ പശ്ചിമേഷ്യയിൽ പുതിയൊരു രാഷ്ട്രീയ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാനെ കീഴ്പ്പെടുത്താൻ ഇറങ്ങി പുറപ്പെട്ടു. ഒടുവിൽ ആഭ്യന്തരമായിട്ട് വലിയ തിരിച്ചടികൾ നേരിടുന്ന ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ഈ ഒരു വിജയ പ്രഖ്യാപനം കനത്ത പ്രഹരമായിട്ടാണ് കാണുന്നത്. പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്ക് മാറുന്ന ഇറാന്റെ അടുത്ത നീക്കങ്ങൾക്കാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. കാരണം ഇറാൻ പറയുന്ന പോലെ തന്നെ ചെയ്യുന്ന ഒരു രാജ്യമാണ്. നിലപാടുണ്ടെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തങ്ങൾ ആ ഒരു കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുന്ന ഒരു രാജ്യമാണ്. പരമോന്നത നേതാവ് ഓടിയൊളിച്ചില്ല. അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം നിന്നു. ഇപ്പോൾ വനിതകൾക്ക് പാരിതോഷികം, അതായത് ഈ ഇത്ര രീതിയിലൊക്കെ അവര് ആ ഒരു കണക്ക് കൂട്ടലുകൾ നടത്തുന്നത്. അപ്പോൾ യുദ്ധത്തെ നേരിടാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ചെറിയ ജനം പോലും ഒന്നിച്ചു കൂടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയെ ഭീതിപ്പെടുത്തുന്നത്. എന്നാൽ അമേരിക്കയുടെ അവസ്ഥ നോക്കിക്കേ. സ്വന്തം ജനം പ്രസിഡന്റിനെ എതിരെ തെരുവിലിറങ്ങുന്നു, തെറി പറയുന്നു, വലിയ പ്രതിഷേധം നടക്കുന്നു. മാത്രമല്ല അവിടുത്തെ സൈനികരുടെ കഷ്ടം അവരുടെ സൈനികരുടെ അവസ്ഥ എന്ന് പറയുന്നത് അതിദയനീയവും കഷ്ടവുമാണ്. ഈ പറയുന്ന എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന USS പടക്കപ്പലിൽ 5000-ഓളം തൊഴിലാളികൾ അല്ലെങ്കിൽ സൈനികരാണ് അവിടെ വലിയ പ്രതിസന്ധിയും അസുഖവും അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും അനുഭവിക്കുന്നത്. ഇതൊക്കെ നടക്കുമ്പോഴും ഇറാൻ പറയുന്ന കാര്യം, ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ നിലപാടിൽ നിന്ന് മാറ്റമൊന്നുമില്ല. ഞങ്ങളുടെ ഈ ഒരു ആക്രമണത്തിൽ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അവിടുത്തെ ജനം ആ രാജ്യത്തിന് ഒപ്പം നിൽക്കുകയാണ്. മാത്രമല്ല ഈ യുദ്ധത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്ന് പറയുന്ന ഒരു രാജ്യം, നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന രാജ്യം, ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ 60 ദിവസം ആകുമ്പോൾ ഈ യുദ്ധം നടന്നിട്ട് 6 മാസം പിന്നിടുമ്പോൾ ഈ കാണാൻ കഴിയുന്നത് ഒറ്റ കാര്യം മാത്രമാണ്. ഈ യുദ്ധത്തിൽ അമേരിക്ക വലിയ രീതിയിൽ തോറ്റിരിക്കുകയാണ്, തോറ്റമ്പിയായിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ഇനി യാതൊരു പ്രഭാവവുമില്ല. അമേരിക്കയുടെ ലോകപട്ടം, ലോകശക്തി, ലോക പോലീസ് ഈ കാര്യങ്ങളെല്ലാം പാടെ മാറ്റി എഴുതി ഇറാൻ പുതിയ ചരിത്രം പശ്ചിമേഷ്യയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. വലിയ വിജയത്തോടെ ഇറാൻ വന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഇറാൻ തന്നെ പറയുന്നത്. എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങളുടെ കടപ്പ്. ഇപ്പോൾ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഈ യുദ്ധം നിർത്തിയിരിക്കുന്നത്
അതുപോലെ തന്നെ ഇറാനാണെന്ന് പറയേണ്ടി വരും.